ഹലോ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമുക്ക് ടീച്ചർമാർക്കുള്ള കാർഡ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെയായിട്ട് നമ്മൾ 2 കാർഡോളായിട്ട് ഉണ്ടാക്കണം. 4 കാർഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. ഉണ്ണിക്ക് 4 മിസ്സുമാരുണ്ട്. പക്ഷേ 4 കാർഡ് ഉണ്ടാക്കാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ലാത്ത കാരണം 2 കാർഡ് അവൻ്റെ മെയിൻ മിസ്സിനും പിന്നെ അവരെ നോക്കണ ആൻറ്റി എന്ന് പറഞ്ഞ് ആൻറ്റിക്കുമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മിസ്സിനുള്ളതായിട്ട് ഉണ്ടാക്കണത്. ഒരു റെഡ് പേപ്പർ എടുത്ത് ഒരു തീമെന്ന് വെച്ച പെൻസിലിൻ്റെ ഒരു ഇതിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ റെഡ് പേപ്പറിൽ ഇങ്ങനെ പകുതി മടക്കി പിന്നെ വൈറ്റ് A4 ഷീറ്റ് എടുത്തിട്ട് ഒരു പെൻസിലിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുമ്പ് ഭാഗം ഒരു ബ്ലാക്ക് ഇതിൽ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊരു നല്ല ഷേപ്പിൽ ഇങ്ങനെ വളയണ രീതിയിൽ വെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളത് പേപ്പറിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുനമ്പ് ഭാഗമുള്ള 2 സൈഡിലും നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ സ്കെച്ച് ഉണ്ണിയോളം എടുത്തിട്ട് എവിടേക്കോ കൊണ്ട് കളഞ്ഞു. പിന്നെ ഞാനത് മാർക്കർ ഒന്നിലും മഷിയില്ല. ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ വരച്ച് ഒപ്പിച്ചു. പകുതി സ്കെച്ചുകൾ ഇതൊക്കെ ഇല്ലാണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. ചെറിയ ഉണ്ണിയോളുണ്ടെങ്കിൽ പിന്നെ ഒന്നും വീട്ടിലുണ്ടാവില്ല. ഒക്കെ ചെമ്മരിമയും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. നമ്മൾ ഈ പെൻസിലിൻ്റെ അടിഭാഗത്തായിട്ടൊരു ബ്ലാക്ക് A4 ഷീറ്റ് എടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് നമ്മളൊരു കർവ് രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ മെസ്സേജ് എഴുതാനുള്ളത് ഒരു വൈറ്റ് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതണത്. അത് ആദ്യം ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മടക്കി കൊടുക്കണം. പിന്നെ ഒരു സൈഡിൽ നിന്ന് 5.5 സെൻറ്റിമീറ്റർ 7.5 സെൻറ്റിമീറ്റർ അങ്ങനെ 2 സെൻറ്റിമീറ്റർ വിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഓരോ സൈഡ് എല്ലാ സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓരോ സൈഡ് വിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ മൂന്ന് സൈഡ് ഇങ്ങനെ ബൾജ് ചെയ്തിങ്ങനെ വരും. ഇതിൽ പകുതി സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. എല്ലാ സ്കെച്ചും ഇതുമൊക്കെ ഉണ്ണിയോളുള്ള വീടാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു സാധനം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒക്കെ നാശമായി പോവല്ല അവരുടെ അടുത്ത് നാശമാക്കണമെന്നാണ്. കറക്റ്റ് ക്ലിയർ ആവുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഫുൾ വീഡിയോ ഭയങ്കര ലെങ്ത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പകുതി കട്ട് ചെയ്തിട്ട് മാത്രമേ എനിക്കിതിൽ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഉള്ളിതേ ഇതേപോലെ വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് മെസ്സേജാണോ എഴുതേണ്ടത് അത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ സൈഡിൽ പശ വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിങ്ങൾക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് എഴുതാം. അതിന് മാർജിനായിട്ട് ഞാൻ ശരിക്കും ബ്ലാക്ക് ഏത് കളറാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ, ഗ്രീനും ബ്ലാക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കണത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് മെസ്സേജ് കൊടുത്തു. അതിന് ശേഷം മുകളിലും അടിയിലൊക്കെ ആയിട്ട് ലവിൻ്റെ ഇത് റെഡ് പേപ്പറിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആകെ പ്ലെയിനായിട്ട് പോലെ തോന്നും. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലായിട്ടാണ് നോക്കണത്. ഫ്രണ്ട് ഭാഗത്ത് അവിടെ ഒരു റെഡ് ഇത് പ്ലെയിനായിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെ പ്ലെയിൻ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ റെഡ് ലവിൻ്റെ ചിഹ്നം കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വൈറ്റ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കമ്പ് പോലെ വെച്ച് കൊടുത്തിട്ട് ഈ വൈറ്റ് A4 ഷീറ്റ് തന്നെ വെച്ചിട്ട് ആ കാർഡ് ഒന്ന് ഫുൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആ ഫ്ലവറിൻ്റെ ഇതിൽ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് പൊതിയുമ്പോൾ ഇങ്ങനെ ഭംഗിയിലൊരു ഇത് വെച്ച് കൊടുക്കില്ലേ, സാധനത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നമ്മൾ പേപ്പറിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പേപ്പറിൽ നമ്മൾ ആ സൈഡ് അതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലിപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കളയാം കേട്ടോ. മറ്റേ സൈഡിൻ്റെ പകുതിയെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അപ്പുറത്തെ സൈഡിൻ്റെ ത്രികോണാകൃതിയിൽ വെട്ടി കൊടുത്തിട്ട് പിന്നെ ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ നിവർത്തുമ്പോൾ ആ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. പിന്നെ 2 ഓപ്പോസിറ്റ് സൈഡിൽ ത്രികോണാകൃതിയുടെ അവിടെ പശ വെച്ചിട്ട് 2 തുമ്പും കൂടിയിട്ട് ജോയിൻ്റ് ചെയ്യാം. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ആ സെൻറ്റർ ഭാഗം ക്ലീൻ ഇങ്ങനെ ഒഴിഞ്ഞ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മുത്തോ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ വലിയ മുത്തൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ആ ഒരു മിററാട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ റെഡ് കാർഡ് കവർ ചെയ്തതിൻ്റെ വെള്ളയിലായിട്ട് തന്നെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നുണ്ട്. അത് ഒട്ടിച്ചാൽ പിന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ മിസ്സുമാർ ഓപ്പൺ ആക്കുമ്പോഴാണ് അത് ഓപ്പൺ ആകും. നമ്മളത് ഊരി എടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമുക്കത് തിരിച്ച് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചത് വിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇതേപോലെ കിട്ടും കേട്ടോ നിങ്ങൾക്കത്. എന്നിട്ട് ആ ത്രികോണത്തിൻ്റെ ഇതിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ വേണ്ടത്. അങ്ങനെ നമ്മൾ മടക്കി അത് കറക്റ്റ് പശ വെച്ച് ഒട്ടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിൽ നിന്നൊക്കെ വിട്ട് പോരുമായിരുന്നു. എനിക്ക് കറക്റ്റ് അതവിടെ നിൽക്കണ്ടായിരുന്നില്ല. ഇതേപോലെ നല്ല ഭംഗിയിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള കാർഡായില്ലേ?
കുറേ നേരം ഇരുന്നു. രാവിലെ ഇരുന്നിട്ട് ഉച്ചയ്ക്കാണ് കഴിഞ്ഞത്. അത് ഉണ്ണി കൂടിയുള്ള കാരണം കേട്ടോ ഇത്ര ഇതായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ വേഗം ചടുപുടു എന്നൊക്കെ കഴിഞ്ഞാൽ. കാരണം നമ്മളൊരു സാധനം എടുക്കുമ്പോൾ അവൻ ആ സാധനം കൊണ്ട് ഓടും. പിന്നെ നമ്മൾ പിന്നാലെ നടന്നിട്ട് വേണം ആ സാധനം തിരിച്ച് വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഡേക്കുള്ള കാർഡ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.